കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 7 വർഷവും 8 മാസത്തിനും ശേഷം ഡിസംബർ 8-ന് വിധി വരികയാണ്. 8-ാം പ്രതി നടൻ ദിലീപിന് വിധി നിർണായകമാണ്. ദിലീപിന് വേണ്ടി നടന്ന കൊട്ടേഷനാണ് ആക്രമണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം. വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. കുറ്റകൃത്യം നടന്നതിന് പിന്നിലെ അടിസ്ഥാന കാരണമായി പ്രോസിക്യൂഷൻ പറയുന്നത് 8-ാം പ്രതി ദിലീപിന് കാവ്യ മാധവനുമായി ഉണ്ടായിരുന്ന ബന്ധവും ഇതറിഞ്ഞ് മഞ്ജു വാര്യർ ദിലീപിൽ നിന്ന് അകന്നതുമാണ്. മഞ്ജു വാര്യരുമായി വിവാഹ ബന്ധമുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ദിലീപിന് കാവ്യയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നത്. ഒരിക്കൽ യാദൃശ്ചികമായി ദിലീപ് തന്റെ ഫോൺ വീട്ടിൽ വെച്ച് പോയി. മഞ്ജു വാര്യർ ആ ഫോൺ എടുത്ത് നോക്കി. കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിച്ചുകൊണ്ടുള്ള കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത്. രാമൻ, RUK, അണ്ണൻ, മീൻ, വ്യാസൻ എന്നീ പേരുകളിലാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരിൽ നിന്ന് മറച്ചു പിടിക്കാനായിരുന്നു ഇത്തരത്തിൽ മറ്റു പേരുകൾ നൽകിയതെന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. മറ്റു പേരുകളിൽ വന്ന മെസ്സേജിൽ സംശയം തോന്നിയതോടെ മഞ്ജു വാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പം നടിയെ പോയി കാണുകയായിരുന്നു. തുടർന്ന് നടി ഇക്കാര്യം പറയുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ വാദം. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. സിനിമയെ വെല്ലുന്ന നാടകീയ രംഗങ്ങളിലൂടെ കടന്നുപോയതായിരുന്നു നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ. വിസ്താരത്തിനിടെ 28 സാക്ഷികളാണ് കൂറുമാറിയത്. ആകെ 9 പ്രതികളാണ് കേസിലുള്ളത്. ഇതിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് 6 പേരാണ്. You're watching me on metromatney.com. on metromatney.com.